ഇന്ന് നമുക്ക് ഈ ഒരു മോഡൽ വരുന്ന ടോപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 മീറ്റർ വരുന്ന ഒരു ഫാബ്രിക്കാണ്. അതിൽ 1/2 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വീഡിയോ എടുക്കുന്ന ഇടയിലാണ് എൻ്റെ കൈ ഇതേപോലെ നിൽക്കുന്നത്. ഈ തള്ളവിരൽ ഇങ്ങനെ മടങ്ങിയിട്ട് തന്നെ നിൽക്കുന്നത്, നേരെ ആവുന്നില്ല. കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ അതൊന്ന് റെഡി ആയത്. ഇതിന് മുന്നേ ഇതേപോലെ ഒരു പ്രാവശ്യം എനിക്ക് ഉണ്ടായി. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ 2 മീറ്റർ വരുന്ന ഒരു ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു ബനിയൻ ക്ലോത്ത് ടൈപ്പാണ് വരുന്നത്. 1/2 മീറ്റർ ക്രേപ്പ് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഞാൻ ലൈനിങ്ങിലാണ് ഫസ്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ മെയിൻ ക്ലോത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടി വെച്ചാൽ അതേപോലെ ക്ലോത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഷോൾഡർ വരുന്നത് 7 ഇഞ്ചും ആം ഹോളും സെയിം 7 ഇഞ്ച് തന്നെയാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഒരു 34 വരുന്ന ഒരാൾക്ക് ചെയ്യുന്ന മെഷർമെൻ്റ് ആട്ടോ. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒക്കെ എടുക്കേണ്ടത്. പാറ്റേൺ മാത്രമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ ചെസ്റ്റ് വരുന്നത് 8.5 ഇഞ്ചായിരിക്കും. അതിലേക്ക് നമുക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 9.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. മെഷർമെൻ്റ് ഒക്കെ നിങ്ങളെ അളവിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഇതൊരു മീഡിയം സൈസൊക്കെ വരുന്ന ഒരാൾക്കുള്ള ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്യണത്. പിന്നെ ബോഡി പാർട്ട് വരുന്നത് 14 ഇഞ്ചാണ്. സീം അലവൻസും എല്ലാം കൂടെ കൂട്ടിയിട്ട് തന്നെയാണ് 14 ഇഞ്ച് നമ്മളോട് അടയാളപ്പെടുത്തുന്നത്. സ്റ്റിച്ച് ചെയ്യണ ഭാഗം മൊത്തം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി നോക്കുക, എന്നാലേ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. പിന്നെ വേസ്റ്റ് വരുന്നത് 7.5 ഇഞ്ചാണ്. അതിക്കൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് പിന്നെ നമുക്കതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഈ ഒറ്റ വീഡിയോയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ അതുമല്ല നമ്മൾ മാക്സിമം ചുരുക്കിയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യണത്. ഫ്രണ്ടിൽ വീനക്കാണല്ലോ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്യണത്. ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യണത് ബാക്ക് പാർട്ടാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ആ ഒരു ഭാഗം മാത്രം തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കുറച്ച് ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ കയറ്റി കട്ട് ചെയ്യണത്. ഫസ്റ്റ് ബാക്കിലെ നെക്ക് കട്ട് ചെയ്യുക. വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ചും ലെങ്ത്ത് 2 ഇഞ്ചും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് എടുക്കുക. നമ്മളത് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നെക്ക് കട്ട് ചെയ്യണില്ല, അത് രണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ പിന്നെ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ ബാക്കിലെ നെക്ക് നമ്മൾ 2 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ മെഷർമെൻ്റ് ഒക്കെ എടുക്കുക. അതിൽ സെയിം മറ്റീരിയൽ കൊടുത്ത പോലെ തന്നെ 2.5 ഇഞ്ച് വിഡ്ത്തും ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. ഇതിൽ ലെങ്ത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ 2 പോയിന്റിൽ നിന്നൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈന് വരക്കുക. പിന്നെ ഞാനത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഇങ്ങനെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വരക്കണമെങ്കിൽ വരക്കുക, അങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ കട്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ് സാധാരണ മെയിൻ കട്ട് ചെയ്യാറ്. അതിൽ മെയിൻ ക്ലോത്തിൽ ഇതേപോലെ ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ മെയിൻ ക്ലോത്ത് നമ്മൾ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ഉള്ളത് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് കറക്റ്റ് ഏതാണ് നെയിം എന്താണെന്ന് എനിക്കറിയില്ല. ഷോപ്പിൽ പോയപ്പോൾ ഡെൽറ്റ എന്നാണ് പറഞ്ഞത്. ഞാൻ സാധാരണ പരാഗ് എന്നൊക്കെയാണ് ക്ലോത്ത് എടുക്കാറ്. ഇത് അത്യാവശ്യം വീതി ഉള്ളതാണ്. ഞാൻ ഫോൾഡ് ചെയ്തിട്ട് അളന്നപ്പോൾ 30 ഇഞ്ച്. അപ്പോൾ മൊത്തം ഒരു 60 ഇഞ്ച് വിഡ്ത്തിൽ വരുന്ന ഒരു ഫാബ്രിക്കാണിത്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനിൽ കട്ട് ചെയ്യാം. സ്കേർട്ട് പോർഷനിൽ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ ഒരു 2 ഇഞ്ച് കൂട്ടിയെടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഞാനിവിടെ 42.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആ 2 ഇഞ്ച് എന്തിനാണ് കൂട്ടുന്നത് വെച്ചാൽ നമുക്ക് മനസ്സിലായോ? അതിൽ ആ ഒരു ചെറിയൊരു പ്ലീറ്റ് വരുന്നുണ്ടല്ലോ, അതും പിന്നെ താഴത്ത് നമ്മൾ മടക്കി എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കാൻ വേണ്ടി പറയണത്. പിന്നെ സ്ലീവ് നമ്മൾ ഇതേപോലെ പ്ലീറ്റഡ് സ്ലീവാണ് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിലെല്ലാം കൂടെ ആഡ് ചെയ്ത വീഡിയോ നല്ല ലെങ്ത് ആവും. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ നെക്ക് മാത്രം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് നെക്കില്ല ആ ഭാഗം, ഈ ഭാഗം.
നിങ്ങൾക്ക് ഇതിൽ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടും ചെയ്യാം. ഞാനിതിൽ ക്യാൻവാസ് ഒന്നും വെച്ചിട്ടില്ല. ക്യാൻവാസ് വെച്ചാൽ കുറച്ചും കൂടെ ഒരു വൃത്തി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് പതിച്ചരിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന വന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചെടുക്കാനുള്ള, അപ്പോൾ ഞാൻ മടങ്ങി ചുരുങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തിരിച്ചെടുക്കാം. ഇതിൽ തിരിച്ച് വെച്ചിട്ട് ഞാൻ നേരത്തെ നെക്കിൽ ചെയ്ത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുത്തി കൊടുത്ത പോലെ നെക്കിൽ ചെയ്ത പോലെ ഞാൻ ഇതിലും മൊത്തം ബോൾ പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പൊള്ളച്ച് നിൽക്കാതെ, പൊള്ളം വരാതെ, അങ്ങനെ കുറച്ച് അങ്ങനെ ഒന്നും നിൽക്കാതെ വൃത്തിയിൽ കിട്ടുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ബാക്ക് പാർട്ടിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടില്ല, ലെങ്ത്ത് കൂടും, അപ്പോൾ പിന്നെ കാണാനും ഒരു ചടപ്പായിരിക്കും. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സസ് ആയിട്ട് വരുന്നതൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. അത് രണ്ടും കൂടെ നമ്മൾ ഷോൾഡറിൽ രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടില്ല, ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ സ്ലീവും ഞാൻ ചെയ്യുന്നുണ്ട്. സ്ലീവിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, റീസെൻ്റ് ആയിട്ടുള്ളതിൻ്റെ ലോങ് വീഡിയോ ചെക്ക് ചെയ്താൽ മതി. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും കണ്ട് നോക്കിയിട്ട് എന്നിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി നോക്കാം. പിന്നെ ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം അങ്ങനെയല്ല, ഒരു ചെറിയ ചുരുക്ക് വരുന്നില്ല. അതിൽ നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് റോൾ ഹമ്മിങ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. ഞാൻ റോൾ ഹമ്മിങ് ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അതേപോലെ ചെയ്യുക. മടക്കി തയ്ച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാനിതേപോലെ ഹമ്മിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു 1/2 ഇഞ്ച് ലെങ്ത്തിൽ ഒരു ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് 60 ഇഞ്ച് വിടുത്ത് വരുന്ന ഒരു ക്ലോത്ത് ആണല്ലോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് 30 ഇഞ്ചും ബാക്ക് ഭാഗത്തേക്ക് 30 ഇഞ്ചും അങ്ങനെയുണ്ട് ഇതിൻ്റെ എടുത്തിട്ടുള്ളത്. ഒരു സ്മോളും മീഡിയം ലാർജൊക്കെ വരുന്നവർക്ക് അത്രയ്ക്ക് മതിയാവും. അപ്പോൾ ഇതിൽ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ നൂലൊന്നും ഇങ്ങനെ ചെറുതായിട്ട് വലിച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുന്നത് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാമല്ലോ. നമ്മൾ സാധാരണ ഇങ്ങനെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് കയറ്റി വെച്ചിട്ട് ആ ഒരു നമ്മളൊരു ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റിച്ച് ഇട്ടുണ്ടായിരുന്നില്ലായിരുന്നോ ഈ സ്കേർട്ട് ഭാഗത്ത്, അതിമേലൂടെ ഇങ്ങനെ മൊത്തം അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്ലീവ് ആണെന്നുണ്ടെങ്കിലും അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിൻ്റെ പ്ലീറ്റൊക്കെ കറക്റ്റ് വെയിറ്റ് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. അതേപോലെ നമ്മളിങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് പ്ലീറ്റ് ഇങ്ങനെ നല്ലപോലെ ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ മറ്റതും കൂടെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സ്കേർട്ട് ഭാഗത്ത് ഇതിൽ കണ്ടോ, ഇതേപോലെയാണ് വെക്കേണ്ടത്. നമ്മൾ ആ ഒരു യോക്കിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഇതിൽ വെക്കുന്നത്. നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിൻ്റെ അടിയിലത്തെ യോക്കിൻ്റെ ആ ഭാഗത്ത് ഈ സ്റ്റിച്ച് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി നമുക്കിത് മൊത്തം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇത് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല. യോക്ക് പോർഷനിൽ കുറച്ച് കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ മാത്രമേ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് എടുക്കാം. കട്ടി കുറഞ്ഞിട്ടുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ലൈനിങ് ഒക്കെ വെക്കണമായിരിക്കും നല്ലത്. ഇനി നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ മടക്കി തയ്ച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കിട്ടോ.